ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് ഇന്നൊരു വിരുന്നിന് പോകാനുണ്ടായിരുന്നു കേട്ടോ. അതിനുള്ള ഒരുക്കത്തിലാണ്. അമ്മുവിൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ. അമ്മു ആദ്യൻ്റെ ഡ്രസ്സാണ് ഗൈസ് ഇട്ടേക്കുന്നത്. ആദ്യൻ്റെ ഡ്രസ്സ് തന്നെയാണ് ഗൈസ് ഇട്ടേക്കുന്നത്. ഞങ്ങൾ വല്യമ്മേൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. വല്യമ്മ എപ്പോഴും പറയുമായിരുന്നു എല്ലാവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഒരുമിച്ച് വിരുന്നിന് വിളിക്കുന്നുണ്ടെന്ന്. വല്യമ്മ ആ വാക്ക് പാലിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെ കല്യാണം കഴിഞ്ഞു. അതിൽ സങ്കടം എന്താ വെച്ചാൽ എല്ലാവരും കല്യാണം കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് പരിപാടിയൊന്നും വരാനില്ല. പോകുന്ന വഴിക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അമ്മ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി. ആദ്യം അപ്പം കൂടി ബേക്കറി വാങ്ങി. ഞങ്ങൾ വേറൊരു സാധനം കൊടുക്കാനുള്ളത് കൊണ്ട് ഒന്നും വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതേ നമുക്ക് മുന്നേ 2 ടീം അവിടെ എത്തിയിട്ടുണ്ട്. അവർ വെള്ളമൊക്കെ കുടിക്കുകയാണ് ഗൈസ്. ഞങ്ങളെ ഒന്ന് കാത്തു നിൽക്കാനുള്ള നേരം പോലും അവർക്കില്ലായിരുന്നു. അവർ വരലും കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതേ വെള്ളമൊക്കെ കുടിച്ച് ചോറ് കഴിച്ചു. ബിരിയാണി ആയിരുന്നു, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതേ നമ്മൾ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് വന്നു. അവിടെ കുറച്ച് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. സാധാരണ ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഞങ്ങൾ ഒരു ഔട്ടിങ് ഉണ്ടാവും കേട്ടോ. എവിടേക്കെങ്കിലും ഒന്ന് ബീച്ചിലോ പാർക്കിലോ ഒക്കെ ആയിട്ട് പോവലുണ്ട്. അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ കൊണ്ടുപോവില്ല, പോവാൻ പറ്റത്തില്ല എന്ന് ഭർത്താക്കന്മാർ ആണിട്ട് പറഞ്ഞു ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ പോകാമെന്ന് വിചാരിച്ചു. രാത്രി 8:30 ഷോ ബുക്ക് ചെയ്തു. ഇതേ ഞങ്ങളെല്ലാവരും നല്ല ഇരുടാണ് കേട്ടോ. ഇവിടെയൊക്കെ 8:30 ഷോ ആണ് കേട്ടോ. ഒരു 7:15 ആയപ്പോഴാണ് ഇറങ്ങിയത്. നല്ല മഴയുണ്ടായിരുന്നു. മഴയത്ത് ഞങ്ങൾ 4 പേരും 3 മക്കളുമായിട്ട് കഷ്ടപ്പെട്ടു പോവാണ് ഗൈസ്. കുറച്ച് കഷ്ടപ്പെടുക എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഉറപ്പുമില്ല തിയേറ്ററിൽ എത്തുമോ എന്നുള്ളത്. കാരണം ഞാൻ പാലാഴിയാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ പാലാഴിയിൽ നിന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് ബസ് അങ്ങനെ ഉണ്ടാവില്ല. ഇന്ന് സൺഡേയും കൂടെ അല്ലേ, അപ്പം ഉണ്ടാവില്ല. അപ്പം എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി. ഞങ്ങളിതേ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട്. മക്കൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം അവർ 3 ആളും കൂടി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അല്ലേ കാണുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അവരെ മാനേജ് ചെയ്യാൻ ആദ്യമേ പറ്റുള്ളൂ ഗൈസ്. കാരണം ആദ്യം മക്കളെ മാനേജ് ചെയ്യാൻ എന്തോ ഒരു പവറാണ്. അപ്പോൾ അവൾ എല്ലാവരും കൂടി മാനേജ് ചെയ്തോളും. അപ്പോൾ ഇതേ നമ്മൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. മക്കൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവരെ കഴിപ്പിച്ചതിന് ശേഷമൊക്കെയാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ മന്ദാകിനി മൂവിക്കായിരുന്നു കയറിയത് ഗൈസ്. അതിനിടയ്ക്ക് നടന്നൊരു കോമഡിയാണ് കേട്ടോ ഇത്. മക്കൾ തട്ടിയതാണെന്ന് തോന്നുന്നു. ആൾ പെട്ട് നിൽക്കുകയാണ്. കാരണം അതിൻ്റെ സ്റ്റാൻഡൊക്കെ പോയിട്ടുണ്ട്. ആരും ഹെൽപ്പ് ചെയ്തില്ല ഗൈസ്. കാരണം അത് അവിടെ പിടിച്ച് കുറച്ച് നേരം നിൽക്കട്ടെ വിചാരിച്ച് അവസാനം കിങ്ങിണി പോയിട്ട് അതൊക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാനും ആദ്യം ക്ലൈമാക്സ് കണ്ടില്ല. മോൻ കരഞ്ഞ് അലമ്പാക്കിയപ്പോൾ ആദ്യം അവനെയും കൊണ്ട് എടുത്ത് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ആർക്കും ഡിസ്റ്റർബ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം ഗൈസ് എന്താ പറയുക, ക്ലൈമാക്സിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലച്ചുമോക്ക് ഒഴിക്കാനും യൂറിൻ പാസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അവളെയും കൊണ്ട് പുറത്ത് വന്ന് പിന്നെ ഞാൻ കയറാൻ നിന്നില്ല. കാരണം സിനിമ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ പോകാൻ നിൽക്കുകയാണ്.